അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് പപ്പായ കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള പപ്പായാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുമ്പോൾ ഇതേപോലെ പഴുത്തിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിൽ പഴുത്ത പപ്പായ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതേ രീതിയിൽ നല്ല കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഈ ഒരു പപ്പായക്ക് ആവശ്യമായ സംഭവങ്ങളാണ്, ഈ ഒരു സൈസുള്ള പപ്പായക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മതി, ഈ ഒരു അളവിൽ അത്രയും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡപ്പൊടി ഇട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം അധികം ആവാതെ ശ്രദ്ധിക്കണേ. ഇതെന്ന് പറയുന്നത് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറയത്തില്ല കേട്ടോ. നമ്മൾ ശരിക്കും നമ്മൾ പൊട്ടറ്റോ കൊണ്ട് ഉണ്ടാക്കിയ ആ ഒരു ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരാളുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുട്ടികൾക്ക് എരിവ് വേണ്ടാത്തതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അടുപ്പത്തേക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടത്തോടെ ഇട്ട് കൊടുക്കുമ്പോൾ അത് കൂട്ടത്തോടെ തന്നെ പറ്റിക്കിടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കണേ. ഞാൻ ആദ്യം ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ എല്ലാം കൂട്ടത്തോടെയാണ് കിട്ടിയത്. രണ്ടാമത് ഞാൻ ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇട്ട് ഫ്രൈ ചെയ്തെടുത്തത്. ഇത് പെട്ടെന്നായി കിട്ടും കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഫ്രഞ്ച് ഫ്രൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഇത് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയെന്നേ പറയില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്നൊരു ക്രിസ്പി ആയിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനമാണ് കേട്ടോ. എന്തായാലും എല്ലാവരുടെ വീട്ടിലും പപ്പായൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സാധനം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോരി മാറ്റുന്നുണ്ടേ. ഇനി ഞാൻ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ ഇതുപോലെ പൊടികൾ വീണ്ടും കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് വേണേൽ രണ്ടാമത് ഫ്രൈ ചെയ്യാൻ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുത്താൽ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ആയി വരുന്നുണ്ട്. ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ തന്നെ ഇത് കോരിയെടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും കേട്ടോ. ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണേൽ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് വേണമെങ്കിൽ നമുക്ക് പച്ചപ്പപ്പായ കൊണ്ടും ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. പച്ചപ്പപ്പായ എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നത് വേവിച്ചിട്ട് വേണം കേട്ടോ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ പഴുത്ത പപ്പായ എടുത്തുകൊണ്ട് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇത് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. മക്കൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ. നല്ല ഹെൽത്തിയാണ്. പപ്പായൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും കഴിച്ചോളും. അപ്പോൾ നമ്മുടെ പപ്പായ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ, നല്ല ക്രിസ്പിയാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയണേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ഈസി റെസിപ്പി ആയിട്ട് ഇനിയും ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരും. അപ്പോൾ ബൈ.